സർ, ഇസ്രായേലിലേക്ക് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അമേരിക്ക അവരുടെ യുദ്ധക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കനെ അയച്ചിരിക്കുന്നു. ഈ യുദ്ധം ഉടൻ ആരംഭിക്കും. പാരീസ് ഒളിമ്പിക്സ് കാരണമാണ് യുദ്ധം ഇത്രയും നീണ്ടുപോകാനുള്ള കാരണമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഉടൻ ഒരു യുദ്ധം ഉണ്ടാകുമോ? ഇറാനൊക്കെ ആക്രമിക്കുന്ന കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ കോമൺ സെൻസ് ഇല്ലാത്ത ഇൻസൈൻ ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ യുദ്ധം ഉണ്ടാവും. ആ യുദ്ധം സർവനാശത്തിനായിരിക്കും. ഇറാൻ്റെ സർവനാശത്തിനായിരിക്കും. ആദ്യം ഈ ചാണക്യം പറഞ്ഞൊരു കാര്യമുണ്ട്, തോൽക്കുന്ന യുദ്ധങ്ങൾ ചെയ്യരുത്. ആദ്യം നമ്മൾ നമ്മുടെ ശക്തിയെപ്പറ്റി ബോധവാനാണ്. നീ ഒരു അണ്ടർടേക്കറിൻ്റെ കൂടെ കുസ്തി അടിച്ചാൽ എങ്ങനെ ഉണ്ടോ? വന്നോട്ടെ സോണിയ വന്നോട്ടെ തോന്നലായിപ്പോ. അപ്പോൾ ലോകമാധ്യമങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പൊതുവെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കാലഘട്ടമാണ്. ഈ ഹൈപ്പിൻ്റെ പിന്നാലെ പോകുന്നത് ആകപ്പാടെ. ഇപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് ആദ്യം പറയാറ് ഈ ഹൈപ്പിന് പിന്നാലെ പോകാതെ കുറച്ച് നേരം മണ്ടൻ ന്യൂസ് കൊടുക്കുന്നത്. അവർ ഈ നേരം മണ്ടൻ ന്യൂസ് കൊടുക്കുന്ന ആളുകൾ മണ്ടന്മാരായതുകൊണ്ട് അവർക്ക് ഹൈപ്പിന് പിന്നാലെ പോകണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്കെന്തോ 24 ഒക്കെ കയറി തോന്നുന്നത്. അവർ ഈ ഹൈപ്പാണ്. ഏഷ്യാനെറ്റ് സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് അത് കൊടുക്കുക, ഒരു ഹൈപ്പിന് പിന്നാലെ പോകും, അത്രേ ഉള്ളൂ. അത് നാട്ടുകാർക്ക് തന്നെയാണ് നഷ്ടം. ഏഷ്യാനെറ്റ് നിലവിലുള്ള രാജ്യത്തെ അവിടെ സ്റ്റാൻഡൊന്നും അവർ മാറ്റുമെന്ന് എനിക്കൊന്നുമില്ല. നല്ല റേറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്നും അവർ വിട്ടുകളിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരുടെ ഒരു ബേസിക് പ്രോബ്ലമാണ്. മാധ്യമപ്രവർത്തകർ ഇങ്ങനെ എന്തെങ്കിലും ഹൈപ്പ് വേണ്ട, എന്തെങ്കിലും ന്യൂസ് വേണ്ട. യു വാണ്ട് ടു ക്യാപ്ചർ ദ ഐബോൾസ്. യു വാണ്ട് ടു ക്യാച്ച് ദ ഐബോൾസ്. ദാറ്റ്സ് വൈ യു ഗൈസ് ആർ ആക്ച്വലി മേക്കിംഗ് ദിസ് ടൈപ്പ് ഓഫ് ഗോസിപ്പിംഗ് ആൻഡ് ഓൾ. ആൻഡ് ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ കോമൺ സെൻസ് ഉള്ള ആരും ഇപ്പം യുദ്ധത്തിന് പോയില്ല. അതിന് ഇറാനിലുണ്ടോ കോമൺ സെൻസ്? പറയാക്കണ്ടാവും. ഒരു ഹിസ്ബുള്ളനൊക്കെ നിയന്ത്രിക്കുന്ന ഇറാനല്ലേ. അപ്പോൾ അവർക്കൊരു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടാവും. മൊത്തം ഒരു എന്താ പറയുക, ലോകത്ത് ഒരു അവ്യക്തത ഉണ്ടാക്കുക, ലോകത്ത് അനിശ്ചിതത്വം ഉണ്ടാക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും അജണ്ട ഉണ്ടാവും. അതല്ലാതെ ഈ പറയുന്നത് പോലെ പിന്നെ വലിയൊരു ശക്തിക്കെതിരെ അറിഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിന് പോകും. ഈ അമേരിക്കയിലെ ജെറാൾഡ് ഫോർഡ് ക്ലാസ് ഈ പറയുന്ന വിമാനവാഹിനി കപ്പലിനൊന്നും ആവശ്യമില്ല അവർക്ക് ഇസ്രായേലിന് ഇറാനെ തകർക്കാൻ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് തകർക്കാനുള്ള പവറുണ്ട് അവർക്ക്. പിന്നെ അമേരിക്ക അങ്ങോട്ട് സൈന്യത്തെ അയക്കണമെന്ന് ആവശ്യം, അതായത് ഞാൻ പറഞ്ഞത് മണ്ടത്തരാണ്. അമേരിക്ക എന്തിനാണ് സൈന്യത്തെ അയക്കണം? ഇറാൻ ഒറ്റയ്ക്ക് നേരിടാനുള്ള ശേഷിയുള്ള ആളുകളാണ് ഇവർ. പിന്നെ അമേരിക്ക വെറുതെ ഫ്യൂലും കത്തിച്ച് അങ്ങോട്ട് പോകണം. അവരുടെ മാധ്യമം എന്തുകൊണ്ട് ഇത് പറയുന്നു? ടൈംസ് ഓഫ് ഇസ്രായേലാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മാധ്യമത്തിൽ ഇവിടുത്തെ മനോരമ മാതൃഭൂമിയൊക്കെ അവിടുത്തെ അവർക്ക് ഇവിടുത്തെ അരകുത്തി കേസ് ഉണ്ടാക്കിയ ടീംസ് അല്ലേ, അതുപോലുള്ള സാധനമായിരിക്കും. അത് നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഈ പറയുന്നതിന് മതി മറ്റെന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആയുധ കമ്പനികളൊക്കെ ഇടപെട്ടിട്ട് അവർക്ക് ആയുധങ്ങൾ തീർക്കണം, അങ്ങനെ യുദ്ധം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ യുദ്ധം ഉണ്ടാവും. അതൊന്നും പറയാൻ നമ്മളാളല്ല. കാരണം നമ്മൾ ആയുധ കമ്പനിക്കാരുമായിട്ട് നമ്മൾ വാൾ സ്ട്രീറ്റ് ചായക്കടയിൽ നിന്ന് സംസാരിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് അത് പറയാൻ പറ്റും. നമ്മുടെ കോമൺ സെൻസിക്കലായിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾ ലിബിയയുടെ എക്സാമ്പിൾ കണ്ടു, നിങ്ങൾ പിന്നെ ടുണീഷ്യയുടെ എക്സാമ്പിൾ കണ്ടു. ടുണീഷ്യയിൽ ഈ പറയുന്ന അറബ് സ്പ്രിംഗ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ഇറാഖിൻ്റെ എക്സാമ്പിൾ കണ്ടു. ഈ എക്സാമ്പിളൊക്കെ മുന്നിലുള്ള സമയത്ത് നിങ്ങൾ താലിബാൻ്റെത് കണ്ടു. ഉള്ളപ്പോൾ നിങ്ങളൊരു യുദ്ധത്തിന് ഇസ്രായേലുമായിട്ട് നേരിട്ട് പോകാൻ സാധ്യത അമേരിക്ക അതിൻ്റെ അലൈസുമായിട്ട് നിങ്ങൾ നേരിട്ടൊരു യുദ്ധത്തിന് പോകാൻ സാധ്യതയില്ല. അതിപ്പോൾ ഒരു യുദ്ധം തീരാൻ പാരീസ് ഒളിമ്പിക്സ് വരെ കാക്കുന്ന പരിപാടിയൊന്നും അതൊക്കെ വെറുതെ ഇവരെ ഒരു ഹൈപ്പ് അടിക്കുന്നതാണ്. എന്നാൽ പിന്നെ ഓക്കെ, നീ ദിവസം മുമ്പ് പറഞ്ഞില്ല നമുക്കൊരു ജെറാൾഡ് ജാക്കിനെ പറ്റി അടിക്കാൻ ഇന്ത്യയുടെ ഏജന്റ് അതോ ഞാൻ ചർച്ച ചെയ്യില്ലതേയുള്ളൂ. എനിക്കങ്ങനെ കൈയാളില്ല. അതെ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് എനിക്ക് ഒരു കൺഫർമേഷൻ ഇല്ല, ശരിക്കും ഞാനത് ചർച്ച ചെയ്യില്ല. അപ്പം അങ്ങനെ പഠിച്ചിടുന്ന പല ആളുകളും മറ്റേ നമ്മളെ ബോയിങ് സിനിമയിലില്ലേ പട്ടിണിപ്പാറ ഇതത്രയൊക്കെ ഉള്ളു. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ജേർണലിസം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പിന്നിലുള്ള ഗ്ലാമർ ഉണ്ടല്ലോ. സത്യത്തിൽ 4 നേരം ഭക്ഷണം കഴിക്കാനുള്ള കാശ് പോലും പലർക്കും കിട്ടുന്നില്ലെന്ന് പലർക്കും അറിയില്ല. അവർ വളരെ പെട്ടെന്ന് ഈ എന്താ പറയുക ഈ അഗ്നിയിലേക്ക് ശലഭങ്ങൾ പോകുന്ന പോലെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ എത്തുന്ന സമയത്ത് അവർ എന്തെങ്കിലും ന്യൂസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അവരോട് പറയുന്നത് എഡിറ്റർ പറയുക ഇത് ന്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന സംഭവം നടക്കണമെന്നില്ല, നമുക്ക് ആലോചിച്ചങ്ങ് ഇതാവല്ലോ. അതെ, ഇത് ചെയ്യുന്നുണ്ടെന്നേ. കൊച്ചിയിലൊരു ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമം ഇപ്പം മത്സരിച്ച് കയറി വന്നിരിക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ കൊച്ചിയിലെ ഒരു റിപ്പോർട്ടർ പ്രധാന പണി റോയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക. റോയുടെ അന്വേഷണം നടക്കുന്നത്. റോ വന്നിട്ട് രാവിലെ വന്നിട്ട് ചേട്ടാ ഇങ്ങനൊരു സംഭവം ഇല്ലെന്ന് റോ പറഞ്ഞിട്ട് പറയുമോ? എന്നെ വന്നിട്ട് പറയുമോ ഞങ്ങളതൊന്നും അന്വേഷിക്കുന്നില്ലെന്ന് അവർ പറയും. ഈ ഇന്റലിജൻസ് ബ്യൂറോയുടെ സംഭവം എന്താ പറയുക,
അവർ കൃത്യമായിട്ട് അവർക്ക് ലീഡ് കൊടുക്കാൻ അവരുടേതായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ജേർണലിസ്റ്റുകളുണ്ട്. ഒന്നെങ്കിൽ ശേഖർ ഗുപ്തനെ പോലെ പരിണിത പ്രജ്ഞരും രാഷ്ട്രസ്നേഹികളായ ആളുകളായിരിക്കും. അത് രാഷ്ട്രത്തിനെതിരായ ന്യൂസ് വന്നാൽ അവർ ബ്രേക്ക് ചെയ്യല, കിട്ടിയാൽ പോലും ബ്രേക്ക് ചെയ്യല. അല്ലെങ്കിൽ ഓയുടെയും IB-യുടെയൊക്കെ ഏജന്റുമാർ നിങ്ങൾ ജേർണലിസ്റ്റുകളുടെ ഇടയിലുണ്ട്, അവർ വഴി കൊടുത്തോടും. അല്ലാതെ കണ്ട അലവലാതിക്കൊന്നും പിടിച്ച് ഇവർ ന്യൂസും കൊടുക്കില്ല. പിന്നെ നിങ്ങൾ ആരും നിഷേധിക്കില്ലല്ലോ. അല്ല, അവർ നിഷേധിക്കില്ല, അവരിങ്ങനെ നിഷേധിക്കും. പക്ഷെ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കില്ല എന്ന് മാത്രം കണ്ടാൽ മതി. എസ്പെഷ്യലി ഈ ശാലവത്തി കേസിന് ശേഷം വിലയിടിഞ്ഞു പോയ മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ അന്നും തലകത്തി പിടിച്ചെന്ന് ഏഷ്യാനെറ്റ്, അന്നും നമുക്ക് ഏഷ്യാനെറ്റിനോട് ബഹുമാനം. അത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മറ്റേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടല്ലോ, അതിനെ വിധിയും കൂടെ അതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരു തീരുമാനമാവും. ഞങ്ങൾക്കൊരു വിശ്വാസ്യതയില്ല. ആ കേസ് തന്നെ വെറുതെ വിട്ടാൽ എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞാൽ അവർ കഴിച്ചുകൊണ്ടിയ ആളുകളേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ ഒരു കേരളത്തിലെ മാധ്യമങ്ങൾ വിശ്വാസത്തെ കംപ്ലീറ്റ് തകരും. കാരണം എന്തൊക്കെയും ഞാൻ മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷക്കാരല്ലാത്ത ആളുകളിൽ നമുക്കതിൻ്റെ രണ്ട് സൈഡും കേൾക്കാം. നമ്മുടെ മുന്നിൽ കൃത്യമായ തെളിവുകളില്ല. തെളിവുകൾ വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഞാൻ മാത്രമാണ്, ബാക്കി എല്ലാവരും മൊത്തം LDF മൊത്തം അതാണ് എന്താണ് സ്വർണ്ണക്കള്ളത്തിന് പിന്നാലെ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. വരട്ടെ, നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല ആ വിഷയത്തിൽ. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞത് ചരവത്തി കേസ് പോലെയുള്ള ഒരു സ്റ്റോറി ആവാനാണ് സാധ്യത. അതായത് ആര് ചോദിക്കുന്നു ചരവത്തി കേസിൽ എന്തൊക്കെയായിരുന്നു ചോറ്റുപാത്രത്തിനുള്ളിൽ വെച്ച് മിസൈൽ ടെക്നോളജി കൈമാറി. ഈ മിസൈൽ ടെക്നോളജി കൈമാറാൻ എളുപ്പമൊന്നല്ല. 2 ലോഡ് കണക്കിന് വലിയ ലോഡ് ചെയ്യാനുള്ള പേപ്പർ ഉണ്ടാവും. ഇനി മാത്രമല്ല, ഇതൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ അന്നേ അവൈലബിൾ ആണ്. നീ പോയി ഗൂഗിൾ അടിച്ച് നോക്കി നിങ്ങൾക്ക് മിസൈൽ ടെക്നോളജി മൊത്തം കിട്ടും. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏത് ഓർബിറ്റിൽ വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചിലവ് ഏത് ഓർബിറ്റിൽ നമുക്ക് വിടുക, അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഏത് ദിശയിൽ വിടണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് രഹസ്യം. അതാരും പുറത്താക്കിയില്ല. അങ്ങനെ എളുപ്പം പറഞ്ഞിട്ട് മനസ്സിലാവുന്ന കാര്യമല്ല. നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുമില്ല, അതല്ല വേറെ കാര്യം. നമ്മൾ ക്രയോജനിക് വിദ്യ ഉണ്ടാക്കുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അന്നപ്പോൾ. ഇതൊന്നും ആരെങ്കിലും ചിന്തിച്ചോ എന്തൊക്കെയായിരുന്നു എഴുതിയത്? അതുപോലെയൊക്കെ കൂട്ടിയാണ് ഇതിൽ കോമൺ സെൻസിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഇപ്പോൾ പോകാൻ ഒരു സാധ്യതയില്ല. ഇനി അവരങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ മറ്റെന്തെങ്കിലും ഒരു അജണ്ട ഇവർ തമ്മിലുള്ള ആയുധ കമ്പനികളും എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു യുദ്ധം ഉണ്ടായാൽ അത് ഇറാൻ്റെ സർവ്വനാശത്തിനായിരിക്കും. അതുകൊണ്ട് രാജ്യസ്നേഹിയായ ഒരു ഇറാൻ ഭരണാധികാരി ഇസ്രായേലിനോട് തൽക്കാലം മുട്ടാൻ പോകുന്നു. എനിക്ക് ഓപ്പണായി മുട്ടാൻ പോകുന്നു. അല്ലല്ലോ, അവിടുത്തെ ഒരു ഈ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവർക്ക് അവിടെ വലിയ ഇതുണ്ടല്ലോ, റോളുണ്ടല്ലോ. അവർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹൂറികളുടെ അടുത്തെത്താൻ താല്പര്യമുള്ള കുറേ പേർ അവിടെ ഉണ്ട്. ഈ ആയത്തുള്ള ഖുമൈനിയെ പോലുള്ളവർക്ക് ഈ ഒന്നാമത് നിങ്ങൾ ഈ ഹൂറി ഇത് ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ ഹൂറികളുടെ അടുത്ത് എത്താന്നൊക്കെ പറയുന്നത് അതൊക്കെ മാധ്യമങ്ങളൊക്കെ യൂട്യൂബ് ചാനലുകാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് മെയിൻ സ്ട്രീം മീഡിയ അങ്ങനെ കേട്ടില്ല. പിന്നെ വേറെ ചില ചാനലുകൾ പറയാറുണ്ട് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതത്തുള്ളത്. നിങ്ങൾ ഏത് മതങ്ങൾ എടുത്തു നോക്കിയാൽ മതങ്ങൾ അത്യാവശ്യം ഈ പറഞ്ഞ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാവും. ഈ സ്വർഗം എന്നുള്ള കോൺസെപ്റ്റ് ബേസിക്കലി ഇസ്ലാമിനോട് വന്ന കോൺസെപ്റ്റ് അല്ല. ഇതൊക്കെ ജൂയിഷ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ജൂതമതം ക്രിസ്തു മതം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇസ്ലാമിൽ വന്നു. ഈ സ്വർഗം നരം എന്നുള്ള കോൺസെപ്റ്റ് ബേസിക്കലി ഇറാനിൽ നിന്നുണ്ടായി. ഇറാനിലൊരു ഫിലോസഫറാണ് ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയത്. ഹിന്ദു മതത്തിൽ ഈ കോൺസെപ്റ്റ് അല്ല, ഈ ഇവർ പറയുന്ന ഈ കോൺസെപ്റ്റ് അല്ല. അപ്പോൾ സ്വർഗം എന്ന് വെച്ചാൽ എല്ലാ എന്താ പറയുക ആഗ്രഹങ്ങളും സാധിക്കപ്പെടുന്ന ഒരു ലോകം. അതിൽ ഹൂറികൾ എന്ന് മാത്രം എടുത്ത് പറയുന്നത് ചില മാനസിക വൈകല്യമുള്ള ആളാണ്. നീ എന്ത് മാനസിക വൈകല്യമുണ്ട് ഞാൻ പറയുന്നില്ല. അത് ഞാനൊരു മാധ്യമത്തിൻ്റെ ടെക്സ്റ്റ് കണ്ടിട്ട് അത് പറഞ്ഞത് അത് അവർക്ക് അതിൽ വലിയ താല്പര്യം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമേ അത് പറയുന്നത്. ഇതൊന്നല്ല. ഈ ബേസിക്കലി 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാനിലുള്ള അയാത്തുള്ള ഖുമൈനിക്ക് അത്യാവശ്യം കാഞ്ഞ ബുദ്ധിയുള്ള ആളാണ്. ഇയാൾക്ക് ഇതാർക്കെതിരെ യുദ്ധം അല്ലെങ്കിൽ പണ്ടത്തെ അയാൾക്ക് ഇസ്രായേൽ ആക്രമിക്കായിരുന്നില്ല, എന്നോട് ആക്രമിച്ചില്ല. ഇത് ഇയാൾ സെക്യുലറിസം വിചാരിച്ചിട്ടൊന്നല്ല ആക്രമിക്കാത്തത്. അയാളെ സംബന്ധിച്ച് പിന്നെ ഉണ്ടാവില്ല എന്നറിയാം, തവിട് പൊടിയായി പോകും. അവരുടെ ആണവ നിലയത്തേക്ക് പണ്ട് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ ആകെപ്പാടെ ഹിസ്ബുള്ളിനെ വെച്ചുള്ള കളിയെ അവർ കളിക്കുള്ളൂ. നേരിട്ടൊരു യുദ്ധത്തിന് പോവില്ല. നേരിട്ട് യുദ്ധത്തിന് പോയാൽ ഖൊമൈനി അവിടെ ഉണ്ടാവില്ല. ആ സ്ഥാനത്താണ് ആണുങ്ങൾ കയറിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കാണേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇസ്ലാമിക തത്വങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പിന്നെ പലതരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരു മതം കംപ്ലീറ്റ്ലി മോശമാണ്, വേറെ മതം കംപ്ലീറ്റ്ലി ശരിയാന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം കിടക്കുക. ഒന്നുകിൽ നമ്മുടെ മാനസിക വൈകല്യമാണ്, അല്ലെങ്കിൽ വേറെ താല്പര്യം. ഞാൻ ആ ചോദ്യത്തിലേക്ക് നമ്മുടെ വിഷയത്തിലൊരു, അതായത് ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു മാധ്യമ സൃഷ്ടിയാണ്. ഈ യുദ്ധം അധികവും മാധ്യമ സൃഷ്ടിയാണ്. ഇവിടെ മാധ്യമങ്ങൾ പലതും അറിയാറില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് പാർലമെൻറ്റ് ആക്രമിച്ച സമയത്ത് ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം നമ്മുടെ വാജ്പേയി പ്ലാൻ ചെയ്തിരുന്നു. അത് യുദ്ധം ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് കൃത്യമായി പോയത്. പക്ഷേ യുദ്ധത്തിൻ്റെ ആവശ്യമില്ലാന്ന് പിന്നെ മനസ്സിലാക്കി അത് പിൻവലിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങൾ വിവരം അറിഞ്ഞത്. അറിയും
ഈ ശരിക്കുള്ള യുദ്ധം ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. മറ്റേ ഇവര് ഹൈപ്പ് ഉണ്ടാക്കുക. നീ നേരത്തെ പറഞ്ഞ പോലെ പട്ടിണിപ്പാ എട്ട് വീട്ടിൽ കുട്ടം വീഴും. അത്രേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞ ഈ കേരളത്തിലെ മാധ്യമങ്ങളെ അറിഞ്ഞ ആയത്തുള്ള കുമേനിയും ഇവിടെ വന്ന് നിൽക്കും രാവിലെ. അത്രേ ഉള്ളൂ കാര്യം. പറയടാ, ഞാൻ എപ്പോഴാണ് യുദ്ധത്തിന് പോയത്? അല്ല, ഇതിപ്പം പല വിഷയങ്ങളെന്താ അറിയോ, ഇത്തരം വിഷയങ്ങൾ ആളുകൾക്ക് ഒരു ഫ്രീഡം ഉണ്ട്. പണ്ട് കേരള രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. ഇപ്പം എന്തെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ ശക്തമായി ഇടപെട്ട് തുടങ്ങി, മേയാൻ തുടങ്ങി. അതോടെ ഒരു കേരള രാഷ്ട്രീയം തെളിവില്ലാതൊന്നും പറയാനല്ല. ഇപ്പം മോഡിക്കെതിരാണ്, തെളിവില്ല പിന്നെയും പറയാം. പക്ഷെ RSSകാർ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ വേഗം തുടങ്ങിയപ്പോൾ അത് ഏതാണ്ടൊക്കെ അപ്പം കുറവാണ്. അപ്പോൾ ആളുകൾ കാണാത്ത വല്ല പത്രങ്ങളും ചാനലുകളൊക്കെ എന്തെങ്കിലും പറയുമെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർനാഷണൽ വിഷയങ്ങൾ അതല്ല, എന്ത് വായി തോന്നിയ കോതയ്ക്കാണ്. ആരും മൊസാദിലെന്ത് മൊസാദ് നമുക്ക് പബ്ലിസിറ്റി ഇല്ല, നടക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കുമോ ഏതെങ്കിലും ഒരു മാധ്യമം ഏറ്റവും വലിയ വിറ്റതല്ല. വലിയ പ്രശസ്തരായ ഡിപ്ലോമാറ്റ്സും അതുപോലെ പ്രൊഫസർമാരൊക്കെ ഇവർക്ക് TV-ക്കാരുടെ ഈ വൈബ് അറിയാം, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അവർ പിള്ളേർ കണ്ട് റേറ്റിംഗ് ആയിക്കോട്ടെ ചോദിച്ചാൽ അവരും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ സാധ്യതയുണ്ട്, കുറച്ചുണ്ട്. അത്രേ ഞാൻ പല മാധ്യമങ്ങളിൽ ഇങ്ങനെ സാധനം കണ്ടെന്നാണ് ചോദിച്ചത്. ശരി.